ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലത്തെ വെള്ളപ്പോളൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വെള്ളപ്പോള, വട്ടിയപ്പം അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഈ വെള്ളപ്പോള ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഒതൻറ്റിക്കായിട്ട് കുടുക്കയിൽ വെച്ച് പുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ നല്ല ഈസി ആയിട്ടുള്ള രീതിക്ക് നമുക്ക് ഉണ്ടാക്കുന്നൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പോള ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി ചേർത്ത് കൊടുത്തിന്. 2 കപ്പ് പച്ചരിക്ക് 1 ടേബിൾ സ്പൂണ് ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയിട്ട് ഇതിന് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 3 മണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കുക. 3 മണിക്കൂറിന് ശേഷം ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിന് കേട്ടോ. ഇനി നമ്മൾ 2 കപ്പ് പച്ചരിയല്ലേ എടുത്തത്, ആ സെയിം അളവ് തന്നെ 2 കപ്പ് ചോറ്, നമ്മളെ ബോയിൽഡ് റൈസ് ഇല്ലേ സാധാ ചോറ്, അത് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി 1/2 കപ്പ് തേങ്ങാ വെള്ളം കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. ഈ ഒരു തേങ്ങാ വെള്ളത്തിലാണ് നമ്മൾ ഈ മാവ് ഒന്ന് അരച്ചെടുക്കുന്നത്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൽ എക്സ്ട്രാ വെള്ളം ചേർക്കരുത്. ഈ ഒരു 1/2 കപ്പ് തേങ്ങാ വെള്ളത്തിൽ തന്നെയാണ് നമ്മളെ ഈ ഒരു അരിയെല്ലാം നല്ല രീതിക്ക് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു അത്യാവശ്യം ഉള്ളുള്ള പാത്രം എടുക്കണം കേട്ടോ, കാരണം പൊങ്ങി വരുന്ന റെസിപ്പി അല്ലേ ഇത്. അപ്പോൾ ഇത് പൊങ്ങി പുറത്തേക്ക് മറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ചെറിയ ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ്. നമ്മൾ 1/2 കപ്പ് തേങ്ങാ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, അരക്കാനായിട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടാൻ. ഇനി ഈ അരച്ച് വെച്ചാൽ നമ്മളെ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. നമ്മളെ ഈസ്റ്റും ആ ഒരു തേങ്ങാവെള്ളവും പിന്നെ നമ്മൾ ഈ ഒരു മാവും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്ന രീതിക്കൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ആക്കാം. ഇത് ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ വേഗം പൊങ്ങി വരും. ഇതൊരു 3-4 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത് ഒരു 3.5 മണിക്കൂറിന് ശേഷമാണ്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിരിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പതിയെ നമ്മളെ ഈ മാവ് എല്ലാം കൂടി സ്പീഡിൽ മിക്സ് ആക്കാണ്ട് പതിയെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇതിലുള്ള ബബിൾസ് ഒന്നും പോയിപ്പിക്കരുത് കേട്ടോ. അപ്പോൾ ആ രീതിക്കൊന്ന് പതിയെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ ടൈമിൽ ഞാൻ സ്റ്റീമർ ആവി പാത്രം ഞാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിനി. ഇനി നമ്മൾ വെള്ളപ്പോള ഉണ്ടാക്കുന്ന ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഏത് പ്ലേറ്റ് വേണമെങ്കിലും എടുക്കാം, സ്റ്റീൽ പ്ലേറ്റ്. അതിലേക്ക് നമ്മൾ ഒന്ന് ഓയിൽ തടവി കൊടുക്കുക. ഇത് അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് വേഗം ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് മേൽഭാഗത്തു നിന്ന് പതിയെ നമ്മളെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കുത്തി ഇളക്കിയിട്ട് ഒഴിക്കരുത് കേട്ടോ. പതിയെ മാത്രമേ നമ്മൾ ഈ ഒരു ബാറ്റർ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ ഒരു പ്ലേറ്റിൽ, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലേറ്റിലാണ് ഇത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ ചൂടായ സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി വേവിച്ചിട്ട് എടുക്കാം. ഇത് വേഗം വെന്ത് വരും കേട്ടോ. ഒരു 10 മിനിറ്റ് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഒന്ന് വെന്ത് കിട്ടും. ഇപ്പം ഇതാ നമ്മളെ പോള മേൽഭാഗം ഒന്ന് തൊട്ട് നോക്കുമ്പോൾ വെന്തെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ടൈം ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പുറത്തെടുക്കാം. ചൂടോടെ പുറത്തെടുക്കണം. കുറച്ച് തണിഞ്ഞാൽ ഒന്ന് പതിയെ കൈയോടെ തന്നെ മെല്ലന ഒന്ന് ഇളക്കി മാറ്റിച്ച് പുറത്തെടുക്കാം.
നമ്മൾ പ്ലേറ്റിൻ്റെ താഴയിൽ ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പോളയാണ്. ഇനി ബാക്കിയുള്ള ബാറ്ററും നമുക്ക് ഈ രീതിക്കൊന്ന് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് വരാം. വെള്ളപ്പോള വെറുതെ കഴിക്കില്ല, ഇതിന് നമ്മൾ ഒരു സ്റ്റൂ ഉണ്ടാക്കിയിട്ട് ആ ഒരു മിൽക്ക് സ്റ്റൂ അത് കൂട്ടിയിട്ടാണ് കഴിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു 4 മൈസൂർ പഴം, ചെറിയ മൈസൂർ പഴം എടുത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം എടുക്കുക. നേന്ത്രപ്പഴം വലിയ പഴം എടുക്കണ്ട കേട്ടോ, അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനകത്ത് നല്ലത് ചെറിയ പൂവൻ പഴം, മൈസൂർ പഴം അതേപോലത്തുള്ള പഴങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. ഉടച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളെ മധുരത്തിന് എത്രയാണോ പഞ്ചസാര വേണ്ടത് ആ രീതിക്കൊന്ന് പഞ്ചസാര ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിങ്ങനെ ഉടച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാലും പിന്നെ പഴയും പഞ്ചസാരയൊക്കെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കിയ ശേഷം ഇത് നമുക്ക് ഈ ഒരു വെള്ളപ്പോളൻ്റെ മേലിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് കഴിക്കാം. ഞാനിപ്പോൾ ഒരു കുറച്ച് വലിയ പാത്രത്തിലും പിന്നെ കുറച്ച് ചെറിയ പാത്രത്തിലും അങ്ങനെയാട്ടോ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു 5 ആൾക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ട് ആ ഒരു ക്വാണ്ടിറ്റിക്ക് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു വെള്ളപ്പോളയാട്ടോ. അപ്പോൾ വെള്ളപ്പോള ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. ഇതൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പോളയാണ്. വെള്ളപ്പോള ഞങ്ങളുടെ നാട്ടിലെല്ലാം നോമ്പ് കാലങ്ങളിലാണ് കേട്ടോ അധികം കഴിക്കാറും ഉണ്ടാക്കാറും ഒക്കെ ചെയ്യാറ്. നോമ്പ് കാലങ്ങളിലാണ് ഇത് പ്രത്യേകമായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഉണ്ടാക്കാറും കഴിക്കാറും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളപ്പോളൻ്റെ റെസിപ്പിയാണ്. ഒരു പ്ലേറ്റിലേക്ക് ഞാൻ വെള്ളപ്പോള ഇട്ടുകൊടുത്തിന്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഈ സ്റ്റൂവും കൂടി ഒഴിച്ച് എല്ലാം കൂടിയിട്ട് നല്ല രീതിക്കൊന്ന് കുഴച്ച് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ വെള്ളപ്പോള ഇഷ്ടമുള്ളവർ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി ആട്ടോ. ഇത് വലിയ പണിയൊന്നുമില്ലല്ലോ, നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് വെള്ളപ്പോളയും പാലും എല്ലാം കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഇനിയും എൻ്റെ വീഡിയോസ് കാണാനായിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.